ഞാൻ യഥാർത്ഥ ഒരു കമ്മ്യൂണിസ്റ്റാണ്. ഇവൻ്റെയൊക്കെ തെമ്മാടത്തിനെ കൊണ്ട് മാറിയത് പിണറായി കാരണമാണ്. ഞാൻ വലിയ പ്രശ്നമൊന്നും എനിക്കറിയില്ല ഉള്ളത്. എപ്പോഴും വിചാരിക്കും അവിടെ എല്ലാവർക്കും അറിയാം. അത്രമാത്രം സങ്കടപ്പെടുന്നു. പലതും ഇടതും എല്ലാം കള്ളന്മാർ, മൊത്തം കള്ളനാണ്. നമ്മളെ വോട്ട് ചോദിക്കാൻ വേണ്ടി മാത്രം വരും, പിന്നെ വരില്ല. പിന്നെ കണ്ടാൽ പോലും അറിയില്ല. ഒരു ചെറുക്കനെ പഠിക്കാൻ കോളേജിൽ വിടാം. സിദ്ധാർത്ഥൻ പിള്ളേരെ കോളേജിൽ വിടാൻ പറ്റുമോ? മനസ്സ് മേടിച്ചാണ് വിടുന്നത്. എനിക്കും മക്കളുണ്ട്. 15 വർഷം കോൺഗ്രസ് ഉണ്ടായിരുന്നു. ഒരു ഉപയോഗവും അതുപോലെ കളവനും കളവിയൊക്കെ എത്ര പേര് കത്തിയിട്ടുണ്ട്. അവർക്ക് പെൻഷൻ സമയത്ത് കിട്ടാത്തതുകൊണ്ട് എത്രയും എണ്ണത്തിൽ വെള്ളം കൊടുക്കാതെയൊക്കെ. സുരേഷ് ഗോപിക്ക് സാധ്യത കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കള്ളനോ വലിയൊരു രാഷ്ട്രീയ തരികിടകളോ അങ്ങനെയുള്ളൊരു സാധ്യതയൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. കേരളത്തിൽ ജനങ്ങളെ നല്ല രീതിയിൽ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ രാജ്യം ഭരിക്കേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നിലവിലെ കോൺഗ്രസ് നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ പ്രതീക്ഷ വയ്ക്കുന്ന ഒരുപാട് വിഭാഗം ജനതയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നോർത്ത് ഫുള്ളും BJP കിട്ടുള്ളൂ. സൗത്തിൽ അവർക്ക് മാറ്റമുണ്ട്. ഇപ്പോൾ തന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ 19% BJP വോട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. എല്ലായിടത്തും നല്ല മത്സരം നടക്കുന്നുണ്ട്. കേരളം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും നല്ല മത്സരം നടക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിന് മികച്ച വിജയം ഉണ്ടാകും. ഇലക്ഷൻ സർവേ തുടരുന്നു. സർവേകളും റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ആര് വാഴും ആര് വീഴും? വീണ്ടും ജനാഭിപ്രായങ്ങളിലേക്ക്. വീണ്ടും BJP അധികാരത്തിൽ വരും. അതിന് എന്താണ് സാധ്യത? കാര്യമില്ല. അത് ഈ മറ്റേ മിഷന്റെ കാര്യമാണോ അതോ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ? അങ്ങനെ പലരും പറയുന്ന മിഷനിൽ എങ്ങനെ കുഴപ്പമൊന്നുമില്ല. അതിങ്ങനെ പൊതുവെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതാണ്. പലരും ഇങ്ങനെ ഈ നമ്മൾ പല അഭിപ്രായങ്ങളും പറഞ്ഞപ്പോൾ കല്യാശ്ശേരി മറ്റടുത്ത് കള്ളവോട്ടിട്ടത് എങ്ങനെ? മിഷനാണ് കള്ളവോട്ടത്. വെറുതെ മിഷനെ കുറ്റം പറയാം. എല്ലാവരും ഭ്രാന്തന്മാരല്ലേ ഇവിടെ കഴിഞ്ഞു. പൊതുജനത്തിനൊന്നുമില്ല, ഒന്നുമില്ല. വോട്ടാരും കൊടുക്കും. എൻ്റെ വോട്ട് നോട്ടേക്കേ പോവുള്ളൂ. ചെയ്യുന്നില്ല. നോട്ടേക്കേ കൊടുക്കും. നോട്ടേക്ക് ലാസ്റ്റ് ഒരു ഉണ്ടല്ലോ, അതിലേ കുത്തുള്ളൂ. ഇവനൊന്നും കൊടുക്കൂല. അപ്പോൾ രാഷ്ട്രീയക്കാരൊന്നും വിശ്വാസമില്ലാത്തതുകൊണ്ട് എല്ലാവരും കള്ളനാണ്. പലതും ഇടതും എല്ലാം കള്ളന്മാർ, മൊത്തം കള്ളനാണ്. ഹിന്ദുവിൻ്റെ തലയ്ക്ക് അടിക്കാനേ ഉള്ളൂ എല്ലാവരും. പൂരം തൃശ്ശൂർ പൂരം കാണിച്ചാൽ എത്ര കോടി രൂപ കിട്ടാനുള്ളത്? ശരിക്കും അതിനകത്ത് രാഷ്ട്രീയം ഉണ്ടോ? കാണുമായിരിക്കും. അതിൻ്റെ ഒക്കെ കലക്കിയത് എവിടെ കിടക്കണം? കുറേ പോലീസ് ഓഫീസർമാരെ കൊണ്ടുവന്ന് ഉണ്ടാക്കി അത് കലക്കി. കുറേ പോലീസ് ഓഫീസർമാരെയൊക്കെ എല്ലാ ജനത്തിനും അറിയാം. ഇവിടെ ആഹാരം കഴിക്കുന്ന എല്ലാ ജനത്തിനും എന്തൊക്കെ വിലകളാണ്. പാവങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യണവന് എങ്ങനെയെങ്കിലും കൊല്ലാനാണ്. പാവങ്ങൾക്ക് ഉപകാരം ചെയ്യണം. വേറെ പറഞ്ഞു കഴിഞ്ഞാൽ നാറും. അതാണ് നമ്മുടെ അഭിപ്രായങ്ങൾ പറയണമല്ലോ തുറന്ന്. അതിനാണല്ലോ നമ്മളൊക്കെ നിങ്ങളെ സമീപിക്കണേ. രാജഭരണമായിട്ട് കയറുന്നത്. രാജഭരണ പട്ടാള ഭരണമാണ്. നല്ലവിടെ ജനത്തിനെല്ലാം പരിച്ച് ഒരു ചെറുക്കനെ പഠിക്കാൻ കോളേജിൽ വിടാം. സിദ്ധാർത്ഥൻ പിള്ളേരെ കോളേജിൽ വിടാൻ പറ്റുമോ? മനസ്സ് മേടിച്ചാണ് വിടുന്നത്. എനിക്കും മക്കളുണ്ട്. നടന്നു പോകുന്ന ചെറുക്കൻ ചിലപ്പോൾ 4 പേര് എടുത്തോണ്ടാണ് വരണം. ആ ഗതികേടാക്കി. ആദ്യം ഈ കോളേജിലുള്ള ഈ യൂണിയന് മൊത്തം എല്ലാ യൂണിയനും ഇല്ലാതാക്കും. കോളേജിലൊക്കെ എന്തിനാണ് യൂണിയൻ? പഠിക്കാൻ പോകുന്ന പിള്ളേർ പഠിച്ചിട്ട് വരണം. അവിടെ എന്തിനും രാഷ്ട്രീയം. കോളേജ് രാഷ്ട്രീയം മതിയാക്കേണ്ടതാണ്. മതിയാക്കണ്ടേ? മതിയാക്കണ്ടത്. അക്രമമാണ് കൂടുതൽ. തല്ലും വെട്ടും കുത്തും. ഒരു ആശയം എന്ന് പറഞ്ഞൊരുത്തനുണ്ട്. അവൻ കാണിക്കണത് അവന് പറഞ്ഞാൽ ശരിയാവും. നമ്മളെല്ലാം പത്രങ്ങളൊക്കെ വായിക്കട്ടെ, നമുക്കറിയാം. ഞാൻ യഥാർത്ഥ ഒരു കമ്മ്യൂണിസ്റ്റാണ്. ഇവൻ്റെയൊക്കെ തെമ്മാടത്തിനെ കൊണ്ട് മാറിയത്. ഇനി ഒരുത്തരും വോട്ടിട്ടുണ്ട്. ഞാനെങ്കിൽ വോട്ട് ചെയ്യണോ? പഴയ പാർട്ടിക്കാരെല്ലാം മാറിയല്ലേ? പഴയ പാർട്ടിക്കാരെല്ലാം ഇപ്പോൾ CPM-ലെ പഴയ മുതിർന്ന പാർട്ടിക്കാരും എല്ലാവരും ഇതുപോലെ പറയുന്നുണ്ട്. തൊഴിലാളി നേതാവാണ്. അവൻ ഉണ്ടാക്കിയത് 25 കോടി 25,000 കോടിയാണ് ഉണ്ടാക്കിയവൻ. അവൻ്റെ മോക്കും മരുമോനും വേണ്ട
മകളുടെ കേസ് ഇപ്പൊ നിൽക്കുകയല്ലേ, ഇടി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ കൊണ്ടുപോകണം. പഠിച്ച് പാവം പിടിച്ച പിള്ളേർ PSC പരീക്ഷ ചെയ്ത് എത്തുന്നത് ജോലിയില്ല. എന്താ തൊഴിൽ സാധ്യത? എല്ലാവരും വിദേശത്ത് പോകുന്നു ഇപ്പോഴും. പഠിക്കുന്ന പിള്ളേരൊക്കെ വിദേശത്താണ് പോകുന്നത്. അവർക്ക് ഇവിടെ ജോലിയില്ല. ഇതെവിടെ ചെന്ന് നിൽക്കും ഈ കണ്ടീഷൻ? കേരളം പോയി. ഒരു 26-ാം തീയതി ഇലക്ഷനാണ്. തിരുവനന്തപുരം മണ്ഡലമല്ലേ ഇത്? ഇവിടെ ആർക്കാണ് സാധ്യത? സാധ്യത എനിക്കറിയില്ല. 15 വർഷം കോൺഗ്രസ് ഉണ്ടായിരുന്നു MP ആയിട്ട്, ഒരു ഉപയോഗമില്ല. പക്ഷെ അത് ശശി തരൂർ അനന്തപുരിയെ ആനന്ദപുരിയാക്കി എന്നാണ് അനൗൺസ്മെന്റ് ഒക്കെ കേട്ടത്. അതിനെ കുറിച്ചൊന്നും അറിയില്ല. ശരിക്കും ആനന്ദപുരി ആക്കിയോ? അറിയില്ല. ഭയങ്കര ചൂടാണ്. ആനന്ദപുരിയൊന്നും അല്ലാന്ന് തോന്നുന്നു. അവകാശവാദം മാത്രമേ ഉള്ളൂ അവർക്ക്. അവകാശവാദങ്ങളാണോ എന്ന് ചോദിച്ചാല് ആണ്. ഇപ്പൊ നിലവില് എങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ? ആർക്കാണ് സാധ്യത? ഭയങ്കര ത്രികോണ മത്സരമാണ് ഇപ്രാവശ്യം. 3 മുന്നണികൾ. അതെ, മിക്കവാറും ശശി തരൂർ തന്നെ ജയിക്കും അവസാന റൗണ്ട്. അതെ, സെക്കൻഡ് ചാൻസ് ഇയാൾ വരും. പേരെന്താ? അതെ, പുള്ളി വരും. NDA മുന്നണി. അതെ. അപ്പൊ പന്നിൻ രവീന്ദ്രനോ? ചാൻസ് വളരെ കുറവാണ്. പാവപ്പെട്ട സ്ഥാനാർത്ഥിയാണ്. സ്ഥാനാർത്ഥിയൊക്കെ പാവപ്പെട്ടവനായിരിക്കും. പക്ഷെ ജനങ്ങളെല്ലാം നോക്കണ്ടേ. നമ്മള് BJPയെ താഴെ ഇറക്കാൻ വേണ്ടിയാണ് കോൺഗ്രസിനെ കയറ്റി വിടുന്നത്. പക്ഷെ നാളെ ഇയാൾ പോകില്ല എന്ന് ഉറപ്പൊന്നുമില്ല. അതെന്താണ് അങ്ങനെ ഒരു ആശങ്ക? ആരുണ്ട് ഒരു സ്ഥാനാർത്ഥി കോൺഗ്രസിൽ പോകൂല എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി ഇപ്പോൾ? അങ്ങനെ ആരും ഇല്ല. ഇല്ല. ഇവിടെ ഉള്ള എന്താണ് സുധാകരൻ, VD സതീശൻ, ഇവർ രണ്ടുപേരും ഫൈറ്റാണ് ആര് ഫസ്റ്റ് പോകും എന്നുള്ളതാണ്. അതെ. ശരിക്കും അവർ പോവാതിരിക്കും, അത് അവരുടെ ഇഷ്ടം. പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ അവർ പോകും. അതിനാണ് സാധ്യത. അപ്പോ തരൂരിന് വോട്ട് ചെയ്യും. തരൂർ വിജയിക്കാൻ വേണ്ടി തരൂരിന് വോട്ട് ചെയ്യുന്നൊന്നും ഞാൻ പറയുന്നില്ല. സാധ്യത പുള്ളിക്കാണ്. അങ്ങനെ വലിയ ഭൂരിപക്ഷം ഒന്നും കിട്ടൂല. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു 5000-നകത്ത് ഭൂരിപക്ഷം കിട്ടിയാൽ കിട്ടി. അത്രേ പ്രതീക്ഷിക്കാവൂ. അത്രേ ഉള്ളൂ നിലവിലെ സാഹചര്യം അനുസരിച്ച്. അതെ, വോട്ട് നമ്മളെ അവകാശമാണ്. അത് നമ്മൾ പരസ്യമായി പറയാൻ പാടില്ല. വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇപ്പം താമരയാണ് എല്ലാം നടത്തുമെന്ന് പറയുന്നത്. കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവര്. അതിൽ നമ്മൾ വിശ്വസിക്കുന്നു. ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? വരണം. പുതിയൊരാൾ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? പുതിയൊരാൾ വരട്ടെ. പഴയ ആൾക്കാരെ നമ്മൾ ഒരുപാട് വിശ്വസിച്ചാണ് ഇപ്പോഴത്തെ സർക്കാരിന് 2ാം പ്രാവശ്യം എന്നൊക്കെ സത്യം പറഞ്ഞാൽ എൻ്റെ കുടുംബ ജീവിതത്തിൽ എന്ന് സങ്കടമാണ്. എന്തെന്നറിയാം, അദ്ദേഹം ഈ പിണറായി വിജയനെ വലിയ കാര്യമായിട്ടില്ലേ. പക്ഷേ ഇങ്ങനെ ഇത് കുറെ അഴിമതികളൊക്കെ ചെയ്യുന്നില്ല. രണ്ടാമത് വന്നത് അതിന് മുന്നേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിലെന്നും ചീത്തവിളിയാണ് ഉള്ള കാര്യമാണ് പറഞ്ഞത്. അത് കാരണം എനിക്ക് രാത്രി ഉറക്കമില്ല. രാത്രി 2-3 മണി വരെയൊക്കെയാണ് സത്യമുള്ള കാര്യം. ഈ പകല് പോലെ സത്യമാണ്. ഞാൻ വിചാരിക്കും ദൈവമേ ഈ പിണറായി സർക്കാർ ഇറങ്ങിപ്പോയെങ്കിൽ എന്ന് സത്യമായിട്ട് ഞാൻ വിചാരിച്ചു. എല്ലാവർക്കും ശരിയാണ് പറയുമ്പോൾ. പക്ഷേ പിണറായി കാരണമാണ് ഞാൻ വലിയ പ്രശ്നമാണെന്ന് എനിക്കറിയില്ല ഉള്ളത്. എപ്പോഴും വിചാരിക്കും അവിടെ എല്ലാവർക്കും അറിയാം. അത്രമാത്രം സങ്കടപ്പെടുന്നുണ്ട്. വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കും. പക്ഷെ ഇത് കാരണം അവിടെ എന്തിനാ പറയണം, അയാൾ ഭരിച്ചുകൊണ്ട് പോട്ടെ, നമുക്കെന്ത്, നമ്മളെ സ്വത്തോടണമെന്ന് അങ്ങനെ അതായിരിക്കും ഞാൻ പറയുമ്പോൾ വഴക്കുണ്ടാക്കാതിരിക്കും പറയും. അതൊന്നുമല്ല, നിനക്ക് അറിഞ്ഞൂടെയൊക്കെ വേണമെന്നും പറഞ്ഞുകൊണ്ട് അയാൾ കാരണം വലിയ ദുരിതമാണ്. അയാൾ കാരണം നമുക്ക് ദുരിതം വന്നല്ലോ. നാട്ടിൽ ആൾക്കാർക്ക് ദുരിതം വന്നാലും അദ്ദേഹത്തിന് ഭയങ്കര വിഷമം. അത് സാധാരണഗതിയിൽ പൊതുരംഗത്ത് നിൽക്കുന്നവർക്കല്ല വിഷമം. മനസ്സിലായി. ഓക്കെ. അതുപോലെ കളവനും കളവിയൊക്കെ എത്ര പേര് ചത്തിട്ടുണ്ട്. അവർക്ക് പെൻഷൻ സമയത്ത് കിട്ടാത്തതുകൊണ്ട് എത്രയും വെള്ളം കൊടുക്കാതെയൊക്കെ ഇട്ടിരുന്നു. പെൻഷനൊന്നും കൃത്യമായിട്ട് കൊടുക്കുന്നില്ല അല്ലേ? പെൻഷൻ കിട്ടിയാ 2 മാസത്തെ പെൻഷൻ കിട്ടി. അത് ഇപ്പം കിട്ടി. പിണറായി സർക്കാർ തന്നല്ലേ അത്? പിണറായി സർക്കാർ രണ്ടാമത് വന്നിട്ട് പിണറായി സർക്കാർ വലിയ മെച്ചമില്ലെന്ന് പറയണത് ശരിയല്ലേ? ആദ്യം ഒരു നല്ല രീതിയിലൊക്കെ തന്നെ എല്ലാം ചെയ്തത്. ഇപ്പൊ 2ാമത്തെ പ്രാവശ്യമാണ് ഈ വന്നത്. രണ്ടാമത് എന്താണ് ശരിക്കും പറ്റിയത്? ഇങ്ങനെ ഒരു ആണെന്ന് എങ്ങനെ അറിയാം മക്കളെ? നമുക്കറിയാൻ പറ്റുമോ? മകളൊക്കെ കേസിലൊക്കെ പെട്ടല്ലോ. മകളുടെ പേരിൽ കേസൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു.
എന്നാ അത് യഥാർത്ഥം ഞാനും കേട്ടിട്ടുണ്ട്. കണ്ടമാനം പൈസയൊക്കെ ഇതിലാക്കി എന്നും പറയണം. ഒരുപാട് ഒതുക്കി എന്ന് പറയണല്ലേ എല്ലാവരും. പിന്നെ നമ്മൾ തള്ളി പറയുന്നില്ല ഒരു മന്ത്രിയാര്. പിന്നെ ഞാൻ കുട്ടിക്കാലത്തെ ഇനി ഞാൻ സഹോദരന്മാരുടെ പറയാം. എൻ്റെ അച്ഛൻ മരിക്കുന്നത് വരെയും ഇതിന് എന്നെ അച്ഛൻ വോട്ടണം. അത് ഞങ്ങൾ എൻ്റെ അച്ഛൻ മാത്രമോ സഹോദരന മരിക്കാൻ കാലത്ത് അവൻ ഈ ഭാഗത്ത് പഞ്ചായത്ത് ഇലക്ഷൻ നടന്നു അവിടെ മുടുക്കുമ്പോഴാണ്. അവൻ ഞാൻ പറഞ്ഞു അപ്പം അവൻ ചേച്ചി അറിയണോ അവന് ചേച്ചി ഏത് പാർട്ടി മെഡിക്കൽ കോളേജിൽ കിടക്കണമായി ഏത് പാർട്ടി ചേച്ചിയും ജയിച്ചത്. ഞങ്ങളുടെ അടുത്ത ഇതിൻ്റെ ആൾക്കാർ പാർട്ടി വരെ പറയണ്ട. കേന്ദ്രത്തിൽ ആരധികാരത്തിൽ വരും അതും എനിക്കറിഞ്ഞൂലേ മക്കൾ. അതിപ്പോ എനിക്ക് തോന്നണം മോദിയെ കൊണ്ടുപോകുന്നാണ് പറയുന്നത്. വീണ്ടും മോദി കാര്യം എന്തെന്ന് വെച്ചാൽ 600 രൂപ വീതം അവർക്ക് കരന്തീരുള്ള റസ് ഇതൊക്കെ കൊടുത്ത് അവർക്ക് വരെയാണ് ബാങ്കിൽ വരും പൈസ. എന്നാ അല്ലെങ്കിൽ ബാങ്കിൽ വന്ന് പിള്ളേർ പോയി പലരും വാങ്ങിക്കുന്ന കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ മോദി ചെയ്യുന്നുണ്ട്. അതുമല്ല മോദി ഞാൻ വിചാരിച്ചിട്ട് ഇപ്പം തെറ്റുള്ള രീതിയിലല്ല പോണത്. എങ്കിലും ഞാൻ കൈപ്പറ്റിയാണ്. എല്ലാ പ്രാവശ്യവും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ്സായിട്ട് വന്നുണ്ട്. ഇപ്പം കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമായിട്ട് വന്നു. അതിവിടെ കേരളത്തിൽ കേന്ദ്രത്തിൽ ആർക്കാണ് ഇതിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല. ഇല്ല, നമ്മളെ നാട്ടിലെ കാര്യം തന്നെ പറയാൻ പറ്റില്ല. പിന്നെയാണ് അല്ല, നമ്മുടെ തിരുവനന്തപുരം പാർലമെന്റിലല്ലേ ഒരു മണ്ഡലത്തിലെ മത്സരം നടക്കുന്നത്. അപ്പോൾ നിലവിൽ 3 മുന്നണികളുണ്ട്. ഒരു രാജീവ് ചന്ദ്രശേഖർ, ശശി തരൂർ, പിന്നെ പന്ന്യൻ രവീന്ദ്രൻ. ഈ 3 പേരും പ്രബലന്മാരായ സ്ഥാനാർത്ഥികളാണ്. ആരെ കൊള്ളും ആരെ തള്ളും എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്കൊന്നും പറയാൻ കഴിയില്ല. ശശി തരൂർ 15 വർഷം പമ്പിച്ചത് കോൺഗ്രസിന് തന്നെ. തരൂര് വല്ല കോൺഗ്രസിൽ എൻ്റെ ഒരു അരി ചേർന്ന് കമ്മ്യൂണിസ്റ്റുകാരന്മാരെ അവരെ അടിച്ചുകൊണ്ടു. ഓ, കോൺഗ്രസിൽ ചേർന്നുണ്ട്. ഒടിച്ച് അവൻ്റെ മൂത്ത എൻ്റെ ഭർത്താവ് പറഞ്ഞെങ്കിലും മാറി ഒരു വ്യക്തിക്ക് മാറില്ല. കൊല്ലണമെങ്കിൽ പക്ഷെ അവന്മാർ അടിച്ച് പിന്നീട് ടെൻഷനാണ് അച്ചാത്തൊന്നും അടിച്ചു. ഓ, അങ്ങനെ അടി കൊണ്ടതിൻ്റെ ടെൻഷനിലാണ്. എത്ര വർഷമായി? 10 വർഷമായി. അതിനുശേഷം കോൺഗ്രസിനെ വോട്ട് ചെയ്യും എല്ലാവരും. എല്ലാവരും തിരുവനന്തപുരം മണ്ഡലത്തിലെ വോട്ടറാണ്. തിരുമല, വാങ്ങോട്, വള്ളക്കടവ് എല്ലാം. അപ്പോൾ ഇത്തവണ തരൂർ ജയിക്കുമോ? പ്രതീക്ഷിക്കുന്നുണ്ട്. 15 വർഷം ആയില്ലേ തരൂർ നമ്മളെ MP ആയി. ഒരു പ്രാവശ്യം കൂടെ പ്രതീക്ഷിക്കാം അല്ലേ? ഈ പ്രാവശ്യം ജയിക്കും. അത് കഴിഞ്ഞാൽ തീരും. ഒരു പാർട്ടിയിലും വിശ്വാസമില്ല. എന്ത് കാര്യം? എന്ത് ഒരു കാര്യവും നമുക്ക് ഇന്ന് വരെ ചെയ്തു തന്നിട്ടില്ല. നമ്മളെ വോട്ട് ചോദിക്കാൻ വേണ്ടി മാത്രം വരും, പിന്നെ വരില്ല. പിന്നെ കണ്ടാൽ പോലും അറിയില്ല. നമുക്ക് അനുഭവമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യൂല? വോട്ട് ചെയ്യും. ഭരിക്കാൻ കഴിവുള്ള പാർട്ടികളെ പിടിച്ച് വ്യക്തികളെ പിടിച്ച് നിർത്തണം. അല്ലാതെ ഈ ഒന്നും ഇല്ലാത്ത അവരെയൊക്കെ പിടിച്ച് നിർത്തിയിട്ട് അവരെ കുടുംബം നന്നാവും. അവർ ഇഷ്ടം പോലെ സമ്പാദിച്ച് വാരി കൂട്ടും. അല്ലാതെ നാടിനൊരു ഗുണവുമില്ല, ഒരു ഗുണമില്ല, ജനങ്ങൾക്കും ഗുണമില്ല. എൻ്റെ മോള് MSc പഠിച്ചു, 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അവൾക്ക് ഒരിടവും ജോലി കിട്ടുന്നില്ല. എൻ്റെ പിറകെ 6 മാസം മാറ്റി കൊടുക്കും. ഇപ്പൊ എന്താ വിളിക്കുന്നതും ഇല്ല. നാട്ടുകാർക്കൊരു ഗുണമില്ല. ഞാൻ റിട്ടയർഡ് ആയതാണ്. 2 മാസം 3 മാസം കുടുംബം കിട്ടണത് ഉള്ള ആഭരണം കൊണ്ട് പണയം വെച്ചിട്ട് അവിടെ നിന്ന് പണയത്തിനുള്ള പൈസ കൊടുക്കിയിട്ട് ജീവിക്കണത്. ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ അത്രയും രീതിക്ക് രാഷ്ട്രീയം ശ്രദ്ധിക്കാറില്ല. എന്നാലും ഭൂരിപക്ഷം സ്റ്റേറ്റുകൾക്ക് BJPയുടെ ഒരു സംഗതി എന്നുള്ള ജയിക്കുന്നുണ്ട്. ഞാൻ BJP ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല. പക്ഷേ അത് പൊതുവിലുള്ളൊരു രീതിക്ക് നമ്മൾ വായിച്ചൊക്കെ നോക്കുമ്പോഴത്തേക്ക് BJP വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ള രീതിയിൽ മോദി സർക്കാർ വരും എന്നുള്ള രീതിക്കാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അത് ഞാൻ ആഗ്രഹിക്കുന്ന ആൾ അല്ല എന്നുകൂടെ പറയാം. പക്ഷെ നിലവിലെ സാഹചര്യം
എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ വലിയൊരു രാഷ്ട്രീയം അങ്ങനെ നിരീക്ഷിക്കുന്നു, അങ്ങനെ കൂടുതൽ നോക്കുന്നില്ല. എന്നാലും സാധാരണ ഒരു ജനത്തിനെ പോലെ, സാധാരണ ഒരു മനുഷ്യനെ പോലെ പത്രം വായിക്കുന്ന ഒരാൾ, പത്രം വായിക്കുകയും മറ്റേ പൾസ് നോക്കുന്ന ഒരാളും ജനങ്ങളുമായിട്ട് ഇടപെടുന്ന ഒരാളാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അതാണ് മനസ്സിലായി. എന്ന് കരുതി തിരുവനന്തപുരത്ത് BJP ജയിക്കുന്നല്ല ഞാൻ പറഞ്ഞത്. കേരളത്തിൽ അക്കൗണ്ട് തുടങ്ങാൻ ചാൻസ് ഉണ്ടോ? കേരളത്തിൽ അക്കൗണ്ട് തുടങ്ങാനുള്ള ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് വളരെ ഒരു സന്തോഷം. കേരളം തമിഴ്നാട്ടിലൊന്നും അത്തരത്തിലുള്ള തമിഴ്നാടിൻ്റെ ഒരു സംഗതി കൂടുതൽ എനിക്ക് പറയാൻ അറിയത്തില്ല. പക്ഷെ കേരളത്തിൻ്റെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ തൃശ്ശൂരൊക്കെ ഞാൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ സാധ്യത എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിക്കാണ് സാധ്യത കണ്ടത്. പക്ഷെ അതിന് ഒരു ഇല്ല എന്നാണ് എനിക്ക് പറയാൻ. കേരളത്തിൽ അക്കൗണ്ട് അല്ല, സുരേഷ് ഗോപിക്ക് സാധ്യത കണ്ടിട്ട് പെട്ടെന്ന് അത് മങ്ങിയത് എന്തുകൊണ്ടാണ്? സുരേഷ് ഗോപിക്ക് സാധ്യത കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപിയുടെ എന്ന് പറഞ്ഞ സിനിമ മേഖലയിലുള്ളതും പ്രവർത്തനങ്ങളും ഒക്കെ അങ്ങനെ വലിയൊരു കള്ളനായിട്ടൊന്നും ആർക്കും ശുദ്ധന്റെ ഒരു ഭാഗമാണെന്നൊന്നും പറയുന്നില്ലെങ്കിൽ പോലും വലിയൊരു കള്ളനോ വലിയൊരു രാഷ്ട്രീയ തരികിടകളോ അങ്ങനെയുള്ള ഒരു സാധ്യത ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. രാജഗോപാൽ ഇവിടെ വിജയിച്ചപ്പോൾ ശരിക്കും BJP കാരൻ എന്നുള്ളൊരു അർത്ഥത്തിലല്ലെന്നാണ് എൻ്റെ വ്യക്തിപ്രഭാവം. അതുപോലുള്ള ഒരു സംഗതി ആർക്കും തോന്നിയിരുന്നു, സുരേഷ് ഗോപിക്കും തോന്നിയിരുന്നു. പക്ഷെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് അങ്ങോട്ട് ഓരോ എന്താ പറയുക, കേരളത്തിലെ ജനങ്ങളുടെ ഒരു രാഷ്ട്രീയ അവബോധം അല്ലെങ്കിൽ തരികളും തെറ്റുകളും അല്ലെങ്കിൽ എങ്ങോട്ടാ റൂട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും കഴിവും വിദ്യാഭ്യാസമൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് BJP ജയിക്കാനുള്ള സാധ്യത ഇല്ലെന്നാണ് ഞാൻ. അതിന്റെ ഭാഗമായിട്ട് സുരേഷ് ഗോപി BJP റെപ്രസെന്റ് ചെയ്ത് നിന്നുകൊണ്ട് സാധ്യതയില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. അല്ല പുള്ളിയുടെ നോർത്ത് ഇന്ത്യയിൽ എന്താണ് ഇപ്പൊ നടന്നു വരുന്നത്? നോർത്ത് ഇന്ത്യയിൽ ഞാൻ നോർത്ത് ഈസ്റ്റിലൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവിടെ അടുത്തുള്ള ഒരു മനുഷ്യന്മാരൊക്കെ ഒരു സ്ഥലത്തിലേക്ക് ഇങ്ങനെ അങ്ങ് നയിക്കപ്പെട്ട് ഇങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ പിന്നെ തിരിച്ച് വിചിന്തനത്തിലൂടെ അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ബോധ്യപ്പെടുത്തിയിട്ട് ഒരു വർഗീയ കക്ഷിയായിട്ട് മാറുന്നുണ്ടോ, ഏകാധിപത്യത്തിലേക്ക് പോകുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞൊക്കെ അവരെയൊക്കെ മനസ്സിലാക്കാൻ പാടായിട്ടാണ് നോർത്ത് ഈസ്റ്റൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്കി നോർത്ത് ഇന്ത്യയിലൊന്നും ഞാൻ സഞ്ചരിച്ചിട്ടില്ല. എന്നാലും ഇന്ത്യക്കകത്തുള്ള ഭൂരിഭാഗം നോർത്ത് ഭാഗങ്ങളുമെല്ലാം ഈ ഹിന്ദുയിസത്തിൻ്റെ വർഗീയതയുടെ ഒന്നുമല്ലൊരു മത അന്ധവിശ്വാസത്തിൻ്റെ വിദ്യാഭ്യാസം കുറവിൻ്റെ പ്രശ്നം എന്ന് ഞാൻ തീർത്തെടുത്ത് പറയുള്ളൂ. വിദ്യാഭ്യാസത്തിൻ്റെ കുറവ്, അറിവിൻ്റെ കുറവ്, വായനയുടെ കുറവ് എന്നൊക്കെ പറയേണ്ടി വരും. അപ്പോൾ അറിവെന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് വിദ്യാഭ്യാസം സർട്ടിഫിക്കറ്റ് മാത്രമല്ല ഞാൻ പറഞ്ഞത്. അറിവിൻ്റെ ഒരു സംഗതി ഒക്കെ വെച്ചിട്ട് കുറവ്, വർഗീയതയിലേക്ക് ദൈവവിശ്വാസത്തിലേക്ക് പോകുന്നതിനനുസരിച്ച് നമുക്ക് ദൈവവിശ്വാസം വേണം. പക്ഷെ ദൈവവിശ്വാസം വേണമെന്ന് ഞാൻ പറയത്തില്ല. പ്രപഞ്ചത്തിൽ 1380 കോടി വർഷത്തെ ഈ പ്രപഞ്ച ചരിത്രത്തിൽ ദൈവത്തിൻ്റെ ആവശ്യം വന്നിട്ടില്ല എന്നുള്ള അവബോധമുള്ളവന് പിന്നെ ദൈവം എന്നുള്ള ടൈം വയ്ക്കേണ്ട കാര്യമില്ല. 1. 2, അവനവൻ്റെ ദൈവം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും യഥാർത്ഥത്തിലാണ് കാണുന്നത്. ചിലപ്പോൾ സാറിന് ദൈവത്തെ പോലെ കാണുന്നവരുണ്ടാവും, അത് വേറെ കാര്യം. അതെ. അപ്പോൾ ഈ സാഹചര്യമാണ് നോർത്തിലുള്ളത്. നോർത്ത് ഈസ്റ്റൊക്കെയാണ് ഞാൻ പറഞ്ഞത്. പൊതുവേ നമ്മൾ ഇവിടുത്തെ ഒരു കണക്കൂട്ടൽ നോക്കുമ്പോഴത്തേക്ക് BJP അധികാരത്തിൽ വരുമെന്നാണ് തോന്നുന്നത്. അതാണ് പക്ഷെ കുറച്ചുകൂടെ മനസ്സിലെന്ന് വെച്ചപ്പോൾ ആര് അധികാരത്തിൽ വന്നാലും വർഗീയത ഉണ്ടാവരുത്, അന്ധവിശ്വാസങ്ങളിലേക്ക് പോകരുത്. നമ്മളെ വിശ്വാസങ്ങൾ അത്രയും അന്ധവിശ്വാസങ്ങളിലേക്ക് പോകരുത്, സ്പ്ലിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ പോകരുത്. കാര്യങ്ങൾ ശാസ്ത്രീയപരമായിട്ടുള്ള സയൻറ്റിഫിക് ബേസിൽ നിന്നുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് കണ്ടുപോയിച്ച്, അല്ലാതെ ഗണപതിയുടെ തല മാറ്റിയിരിക്കണ കാര്യമല്ല ഞാൻ പറഞ്ഞു എന്നുള്ള അർത്ഥത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിരിക്കും. നമ്മുടെ രാജ്യം ആര് ഭരിക്കണമെന്ന് തിരഞ്ഞെടുക്കാൻ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. 26-ാം തീയതി വെള്ളിയാഴ്ച അന്ന് കേരളം പോളിംഗ് ബൂത്തിലോട്ട് പോവുകയാണ്. ആർക്കാണ് സാധ്യത? അങ്ങനെ പറയാനാണെങ്കിൽ ഈ കേരളത്തിൽ ജനങ്ങളെ നല്ല രീതിയിൽ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ രാജ്യം ഭരിക്കേണ്ടത്. അത് പാർട്ടി നമുക്ക് ഏതാണെന്ന് പറയാൻ പറ്റത്തില്ല. ഏത് പാർട്ടി ആയിക്കോട്ടെ, ജനങ്ങളെ സ്നേഹിക്കുകയും സഹായിക്കുകയും കഷ്ടപ്പെടുന്നവരെ അവരെ അറിഞ്ഞ് സഹായിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ കേരളം ഭരിക്കേണ്ടത്. അത് ഏത് പാർട്ടി ആയാലും രാജ്യം ഭരിക്കേണ്ടത് ഏത് പാർട്ടി ആയാലും പാവപ്പെട്ട ജനങ്ങൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്യണം. അത്രേ ഉള്ളൂ. ഞാനൊരു കശുവണ്ടി തൊഴിലാളി ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നത്. കൊല്ലത്താണ് സ്ഥലം. കൊല്ലത്ത് കൊച്ചുകൂനം പായിക്കുളം. അവിടെ പള്ളിമുക്ക് അവിടെയാണ് താമസിക്കുന്നത്. അവിടെ നിലവിൽ പ്രേമചന്ദ്രനാണ് MP. മുകേഷ് മത്സരിക്കുന്നുണ്ട്. രണ്ടുപേരും നല്ല സാധ്യത ഉണ്ട് ആർക്കെങ്കിലും? അങ്ങനെ പറയാനാണെങ്കിൽ മുകേഷ് എന്ന് പറഞ്ഞ വ്യക്തി നടനാണ്. കശുവണ്ടി തൊഴിലാളിയുടെ ഒരു അത്രയൊന്നും അറിയത്തില്ല, ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അറിയത്തില്ല. പ്രേമചന്ദ്രനാണെങ്കിൽ ഇതെല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ദൈവം നിശ്ചയിക്കട്ടെ ആരാധിക്കട്ടെ, ജനങ്ങളാണ് തെരഞ്ഞെടുക്കുന്നത്. ജനങ്ങളുടെ ഇടയിൽ നിന്ന് വന്ന ഒരാളാണല്ലേ പ്രേമചന്ദ്രൻ? അതെ, തൊഴിലാളി സഖാവ്. അതെ. അപ്പൊ പിന്നെ സാധ്യത കാണുന്നു, ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഭൂരിപക്ഷം ആളുകൾ പറയുന്നത് പ്രേമചന്ദ്രൻ എന്നാ പറയുന്നത്. പക്ഷെ എന്താ ദൈവം കാക്കട്ടെ. ആൾക്കാർ വോട്ട് ചെയ്യുന്നവർ ജയിക്കും. രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഇനി 26-ന് കേരളം വിധിയെഴുതും. എന്ത് തോന്നുന്നു? എങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമോ രാജ്യത്ത്? തീരുമാനങ്ങൾ എടുക്കുന്നവർ വരുന്നുണ്ടെങ്കിൽ മാറ്റം ഉണ്ടാവും. എങ്ങനെയാണ് തീരുമാനം എടുക്കേണ്ടത്?
പൊതുവിൽ അത് അവർ പറയും ജനതാല്പര്യങ്ങൾക്കനുസരിച്ച് ഓരോ തീരുമാനങ്ങൾ എടുക്കണം. വികസന താല്പര്യം വേണ്ടേ? വികസന താല്പര്യം വേണം. രണ്ടും താല്പര്യമുള്ളവർക്ക് ഉണ്ടാവുന്നുള്ള ഒരു 10 വർഷമായി നമ്മുടെ രാജ്യത്തൊരു ഭരണം നടക്കുന്നു. അതിലൊരു മാറ്റം ഉണ്ടാവുമോ അതോ തുടരുമോ? ഇവർ ഒരുപാട് മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുമില്ല. ഇനി വരുന്നവര് അതിൽ നിന്നുള്ള തെറ്റുകൾ മനസ്സിലാക്കി ഇനിയുള്ള പ്രശ്നങ്ങൾ. അപ്പൊ ഇനി വരുന്നവര് എന്ന് പറയുമ്പോൾ മാറ്റം വരുമെന്നോ അത് തന്നെ അവർ തന്നെ തുടരുമെന്നുള്ള അർത്ഥം ഉണ്ടോ അതിനകത്ത്? അതിലർത്ഥമില്ല. ഇല്ല. ഇല്ല, തുടർഭരണം ഉണ്ടാവുന്നതാണല്ലോ അവർ അവകാശപ്പെടുന്നത്. അവകാശം 400+. 400+ ആണ് നിലവിൽ അവർ അവകാശപ്പെടുന്ന 400+ ആണ്. പക്ഷേ എപ്പോഴും ഒരു പാർട്ടി തന്നെ ഭരിച്ചു കഴിഞ്ഞാൽ അതും വികസനത്തിൽ ഇനി ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ തീർച്ചയായും മാറ്റങ്ങൾ വരണം. പുതിയൊരു ടീം വരട്ടെ എന്നാണ്. ഇപ്പം നിലവിൽ അവരെ എതിർത്ത് നിൽക്കുന്നത് ഇന്ത്യ മുന്നണി. അതൊരു ഒറ്റ പാർട്ടി കക്ഷിയല്ലല്ലോ, അതിൽ തന്നെ 100ഓളം കക്ഷികളുണ്ട്. അപ്പം മന്ത്രിസഭ എത്ര കാലം നിലനിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇങ്ങനെ ഒരു കൂട്ടായ ഒരു മുന്നണി കേന്ദ്രത്തിൽ ഭരണത്തിൽ വരുമ്പോൾ എത്ര ഈ അവിശ്വാസ പ്രമേയം പ്രഖ്യാപിക്കപ്പെടാം സാധ്യത കൂടുതലാണ്. പക്ഷേ ഒത്തുനിന്ന് പോയി കഴിഞ്ഞാൽ വളരെ നല്ല മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. കാരണം ഒരേ പാർട്ടി തന്നെ തുടർന്ന് ഭരിക്കും തോറും സ്വാഭാവികമായിട്ട് അവർക്ക് സ്വയം ഒരു ഇത് തോന്നത്തില്ല. ചേഞ്ചസ് ആണെന്ന് ആഗ്രഹിക്കുന്നു. തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാവണം. ആ മാറ്റങ്ങൾ പാർട്ടിയിലോ ഭരണത്തിലും മാത്രമല്ല നിലവിലെ രാജ്യത്തിലും രാജ്യ സാഹചര്യങ്ങളിലും ഉണ്ടാവണം. കാരണം ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ സാഹചര്യം വിട്ട് നോർത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ആ പാർട്ടിയെ അനുകൂലിക്കുന്നവർ കൂടുതലാണെങ്കിലും അതേസമയം പിന്നോക്ക വിഭാഗങ്ങൾ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പല ഏരിയകളും ഉണ്ട് നോർത്തിൽ തന്നെ. അപ്പോൾ ഈ തുടർ ഭരണത്തിലൊരു മാറ്റം ഉണ്ടാകുന്നതിലൂടെ അവരുടെ ഒരു ഗതിയിൽ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒത്തുപോകാൻ പറ്റുകയാണെങ്കിൽ മാറ്റം വരില്ല. ഈ ഇന്ത്യ മുന്നണിയിൽ വ്യത്യസ്ത താല്പര്യമുള്ള വ്യത്യസ്ത മനസ്സുള്ള കുറേ പാർട്ടികളുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ത്യ മുന്നണി. അപ്പോൾ അതിനകത്ത് പല അഭിപ്രായ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ സാധ്യതകളൊക്കെ രാജ്യ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൂടെ അവർക്ക്? അല്ല, ശ്രമിച്ചാൽ ഏറ്റവും വലിയ കാര്യമാണ്. കാരണം ഇപ്പം നിലവിൽ ഏത് പാർട്ടിയുടെ ആവശ്യമാണ് ഭരണം കൈക്കലാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭരണം കൈക്കലാക്കാൻ ഇപ്പോൾ ഒന്നിച്ച് നിൽക്കുന്ന ഈ ഇന്ത്യ മുന്നണി വിജയിച്ച് കഴിഞ്ഞാൽ വിജയത്തിന് ശേഷം ഭരണത്തിലും ആ ഒരു ചേർച്ച ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിലുണ്ടാകുന്ന ഏറ്റവും നല്ല മാറ്റം തന്നെ ആയിരിക്കും അവർ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ. ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പ്രതീക്ഷയ്ക്ക് ചെറിയൊരു വകയുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഉത്തരേന്ത്യയിലുള്ള കാര്യം നമുക്ക് ഒരിക്കലും ആവില്ല, ഒരിക്കലും ആവത്തില്ല. എന്താണ് കാര്യം? കാരണം ഒരു പ്രത്യേക ജനത അതിലോട്ട് ഉറച്ച് വിശ്വസിക്കുന്നവരാണ്. അവർക്ക് ഈ ഒരു സാഹചര്യങ്ങളിൽ തൃപ്തരാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അവർക്ക് ഇപ്പോഴുള്ള നിലവിലെ സാഹചര്യങ്ങളിൽ അവർ പൂർണ്ണ തൃപ്തരാണ്. അപ്പോൾ ഇനി വേണതിനെ പറ്റി അവർ ചിന്തിക്കുന്നില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ ഉള്ളത് മതി, അതിൽ സന്തുഷ്ടരാണ് എന്ന രീതിയിൽ ആണെന്ന് പറയാൻ കഴിയുമോ? വിദ്യാഭ്യാസത്തിന്റെ അഭാവം അല്ലെങ്കിൽ ചില വിഭാഗങ്ങൾ ഏരിയയിൽ ഇപ്പോൾ മണിപ്പൂർ പോലത്തെ പല ഏരിയകളിലും നിരവധി പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. കേന്ദ്ര ഭരണ അധികാരികൾ അതിനോട് കണ്ണടച്ച് തന്നെയാണ് നിൽക്കുന്നത്. അതിനുവേണ്ടി ഒരു പ്രസ്താവനയും നിലവിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പം ഞാൻ ആ സാഹചര്യം, എന്നാൽ ഭൂരിഭാഗം ജനതയും മാറി ചിന്തിക്കുമോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഉത്തരേന്ത്യയുടെ കാര്യം ഒരിക്കലും നമുക്ക് നിർവചിക്കാൻ സാധിക്കില്ല. നിലവിലെ കേരള സാഹചര്യത്തിലെ ഏറ്റവും കടുത്ത മത്സരം കാഴ്ചവെക്കുന്ന ഒരു ഇലക്ഷൻ ആയിരിക്കും. ഏതൊരു മണ്ഡലത്തിലും കടുത്തൊരു മത്സരം കാഴ്ചവെക്കാൻ പോകുന്ന ഒരു ഇലക്ഷൻ തന്നെയായിരിക്കും ഈ 2020. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ, വോട്ട് മറിയൽ വന്നില്ലെങ്കിൽ തുറക്കൂല. ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നിലവിലെ കോൺഗ്രസ് നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ പ്രതീക്ഷ വയ്ക്കുന്ന ഒരുപാട് വിഭാഗം ജനതയുണ്ട്. വലിയൊരു വിഭാഗം ജനത പല ഡിസ്ട്രിക്റ്റിലായിട്ടുണ്ട്, തലങ്ങളിലുണ്ട്. അതായത് വലിയ മെച്ചൂർഡായിട്ടുള്ള നല്ല താല്പര്യങ്ങൾ, പതിവിലും നല്ലൊരു ടീം വർക്ക് നിലവിൽ ഇപ്പം കോൺഗ്രസിന്റെ കേരളത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ യുവാക്കളുടെ ഒരു സാന്നിധ്യം പതിവിലും കൂടുതലായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിലവിലുണ്ട്. രീതി സോഷ്യൽ മീഡിയയിലൊക്കെ വലിയൊരു പ്രചരണത്തിൽ നല്ല മുന്നിട്ട് നിൽക്കുന്നുണ്ട്. കാരണം ഇപ്പം ഒട്ടുമിക്ക എല്ലാ പാർട്ടികളും ഉപയോഗിക്കുന്ന പ്രധാന മാധ്യമം തന്നെയാണ് സോഷ്യൽ മീഡിയ. ഇപ്പോൾ പ്രചരണം നിലവിൽ വലിയ ചൂടില്ല, ഒരു ചടങ്ങ് പോലെ നടന്നു പോകുന്നു. കൂടുതലും സോഷ്യൽ മീഡിയകളിലുള്ള വീഡിയോസ് വഴിയും പ്രചരണം വഴിയും തന്നെയാണ് ഇപ്പോൾ നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ എല്ലാ സ്ഥാനാർത്ഥികളും ഉണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ കൂടി സോഷ്യൽ മീഡിയകൾ വൻതോതിലൊക്കെയാണ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ സാറിനെ പോലെ മീഡിയ കയ്യിലുള്ള ഒരാളെന്നുള്ള നിലയിൽ ആ രീതിയിൽ വലിയ പ്രചരണം നല്ല രീതിയിൽ പ്രചരണം മുന്നോട്ട് പോകുന്നുണ്ട്. ബാക്കി നമുക്ക് ജൂൺ 5-ന് അറിയാം.
ടൈമിലെന്ന് പറഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ശബരിമല പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും എന്നുള്ളൊരു പ്രചാരണം രാഹുൽ ഗാന്ധിയുടെ പേരാണ് പറയുന്നത്. ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം ഇന്ത്യ സഖ്യത്തിന് എന്തായാലും വരാൻ പറ്റില്ല. സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം നമ്മൾ നോർത്ത് ഇന്ത്യയിൽ തീരുമാനിക്കുന്നത് ആര് ഭരിക്കണമെന്ന്. സൗത്ത് ഇന്ത്യയിൽ ചെറിയ റോളല്ലേ. നോർത്തിൽ അങ്ങനെ ഒരു മുന്നേറ്റത്തിന് സാധ്യതയില്ല. നോർത്തിൽ അങ്ങനെ ഒരു മുന്നേറ്റം ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴത്തെ ട്രെൻഡ് അതാണല്ലോ. ഇപ്പം കുറേ പേര് പറയുന്നത് 2004 സംഭവിക്കാണ്, പക്ഷേ 2004 സംഭവിക്കില്ല. അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. BJP എന്ന് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരുടെയും ഒരു അഭിപ്രായ സ്വരൂപിക്കൽ അത്തരത്തിൽ പോകുന്നുണ്ട്. പക്ഷെ ഒരു അട്ടിമറിക്ക് സാധ്യത ഉണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴും അട്ടിമറിക്ക് സാധ്യതയില്ല. കാരണം എന്ന് പറഞ്ഞാൽ നോർത്ത് ഫുള്ളും BJPക്ക് കിട്ടുള്ളൂ. സൗത്തിൽ അവർക്ക് മാറ്റമുണ്ട്. ഇപ്പോൾ തന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ 19% BJPക്ക് വോട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. അവിടെ BJP 19% വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല. തമിഴ്നാട്ടിൽ കേരളത്തിൽ ഇപ്പം എൻ്റെ തിരുവനന്തപുരം 2 പ്രാവശ്യമായിട്ട് സെക്കൻഡ് അവർക്ക് ഒരേ ഒരു മണ്ഡലമേ ഉള്ളൂ. തിരുവനന്തപുരം മണ്ഡലം. സിറ്റികളിലെ എല്ലാവരും പറയും തിരുവനന്തപുരവും തൃശ്ശൂരൊക്കെ അവർ വിജയസാധ്യത പറയുന്ന മണ്ഡലം. എനിക്ക് പറയാൻ പറ്റില്ല. കാരണം തൃശ്ശൂർ ഞാൻ ജീവിക്കുന്നത് എവിടെയല്ലെങ്കിൽ ഇവിടെ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി വന്നിട്ടല്ലേ നമുക്ക് കാര്യമുള്ളൂ. ഇപ്പം ശശി തരൂർ മോശപ്പെട്ട കാൻഡിഡേറ്റ് എന്നല്ല ഞാൻ പറയുന്നത്. പുള്ളിക്കാരൻ പോയിട്ട് പുള്ളിക്കാരൻ ചെയ്യാൻ പറ്റുന്നതിൽ ഒരു ലിമിറ്റുണ്ട്. പ്രതിപക്ഷത്തിന്റെ MP ആവുന്നതിനും ഭരണപക്ഷത്തിന്റെ MP ആവുന്നതിനും ഓപ്പോസിഷൻ ലീഡറില്ല ലോക്സഭയിൽ. ഇന്ത്യ സഖ്യത്തിന് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇവിടുന്ന് എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്നതല്ല. എന്തായാലും നോർത്ത് ഇന്ത്യ കിട്ടുന്നില്ല. നോർത്ത് ഇന്ത്യയിൽ അവർക്ക് ഉത്തർപ്രദേശിൽ കാൻഡിഡേറ്റ് പോലും ശരിയായിട്ടില്ലെന്നാണ് എൻ്റെ അറിവ് ഇതുവരെയായിട്ടും. എല്ലായിടത്തും നല്ല മത്സരം നടക്കുന്നുണ്ട്. കേരളം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും നല്ല മത്സരം നടക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിന് മികച്ച വിജയം ഉണ്ടാവും. കേരളത്തിലും മുന്നണി അധികാരത്തിൽ വരുമോ? വീണ്ടും മുന്നണി ആണ് ഞാൻ പറയുന്നത്. ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ ഉത്തർപ്രദേശിൽ 80 സീറ്റുണ്ട്. അപ്പോൾ അവരാണ് കൂടുതലും ജയപരാജയങ്ങൾ തീരുമാനിക്കുന്ന യു പിയിൽ ശരിക്കും മൃഗീയമായ ഭൂരിപക്ഷം BJPക്ക് ഉണ്ടാവുമോ ഈ സമയത്തും? വലിയ ഒരു മാറ്റത്തിൻ്റെ ഒരു കൊടുങ്കാറ്റ് വീശുന്നുവെന്നൊക്കെ വലിയൊരു പ്രചരണം നോർത്തിൽ എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. മോദി തന്നെ 2 ദിവസം മുമ്പ് അവസാന തടവെന്ന രീതിയിൽ ഒരു വർഗീയ പ്രചരണം നടത്തിയിട്ടുണ്ട്. മുസ്ലിങ്ങൾക്ക് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇന്ത്യയുടെ സ്വത്ത് മുഴുവൻ മുസ്ലിങ്ങൾക്ക് പോകും എന്നൊരു വർഗീയ പ്രചരണം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരുദ്ദേശിക്കുന്നത് എങ്ങനെയും ഭരണത്തിലെത്തുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വികസനം കൊണ്ടുവരിക, രാജ്യത്തിൻ്റെ ജനങ്ങൾക്ക് നല്ലത് കൊണ്ടുവരിക എന്ന മോദിക്കും BJPക്കും ഒരു ഉദ്ദേശവുമില്ല. എങ്ങനെയെങ്കിലും വർഗീയതയിലൂടെ അധികാരത്തിൽ വരിക, ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുക, മറ്റുള്ളവരെ തമ്മിലടുപ്പിക്കുക, അത് മാത്രമേ അവിടെ ലക്ഷ്യമുള്ളൂ. അപ്പോൾ കേരളത്തിൽ നടക്കുന്നതിനാണ് ഇടതുപക്ഷത്തിന് ശക്തമായ സാന്നിധ്യം തന്നെയാണ്. തിരഞ്ഞെടുപ്പുകൾ ഇനിയും വരും. പക്ഷേ അതിൻ്റെ പേരിൽ സൗഹൃദങ്ങൾക്ക് വിലക്കേർപ്പെടുത്തരുത്. മറ്റൊരു സർവേയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.